ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവേഴ്സ് ലോഗ്. ഇന്ന് നമ്മൾ MIയുടെ റോബോട്ട് വാക്യൂം മോപ്പിൻ്റെ അൺബോക്സിംഗ് സെറ്റപ്പ് റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും അറിയുന്നതിന് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ MI റോബോട്ട് വാക്യൂം മോപ്പ് എന്ന് ആദ്യം പറയാം. നമ്മുടെ വീടിൻ്റെയോ ഓഫീസിൻ്റെയോ തറ റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി അടിച്ചു തുടയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു മെഷീനാണ് ഈ MI റോബോട്ട് വാക്യൂം മോപ്പ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. 2100 PA സക്ഷൻ പവറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പൊടി വലിച്ചെടുക്കാൻ തക്ക ശക്തി ഇതിനുണ്ട്. ന്യൂ ജനറേഷൻ LDS നാവിഗേഷനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ 2-വേ ക്ലീനിങ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ആപ്പ് കൺട്രോളാണ്. റോബോട്ടിനെ ഫോണുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഈ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. അടുത്തൊരു ഫീച്ചർ 3 സ്പീഡ് വാട്ടർ ഫ്ലോ ആണ്. തുടയ്ക്കുന്നതിന് മുമ്പ് വ്യത്യസ്ത രീതിയിൽ വെള്ളം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഫീച്ചർ. അടുത്തതായി റെസ്ട്രിക്റ്റഡ് ഏരിയ ആൻഡ് വെർച്വൽ വാൾ. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊരു വലിയ ഹോൾ ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ ഒരു പോർഷൻ മാത്രമായി ക്ലീൻ ചെയ്യുന്നതിനായി സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചാണ്. അടുത്തതായി ആക്യുറേറ്റ് മോപ്പിംഗ് ആൻഡ് റിയൽ ടൈം പൊസിഷൻ. കൃത്യമായി തുടയ്ക്കുന്നതിനും കൂടാതെ റോബോട്ടിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എവിടെയാണെന്ന് മൊബൈലിലൂടെ കാണുന്നതിനുമാണ് ഈ ഫീച്ചർ. അടുത്തത് സ്മാർട്ട് ആക്യുറേറ്റ് വാട്ടർ കൺട്രോൾ. വളരെ കൃത്യതയോടുകൂടി വെള്ളം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. അടുത്തതായി മൈക്രോ കൺട്രോൾഡ് വാട്ടർ പമ്പ് ആൻഡ് നോ വാട്ടർ ലീക്കേജ്. അതായത് ലീക്കില്ലാതെ കാര്യക്ഷമമായി വെള്ളം ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറും ഇതിലുണ്ട്. പവർഫുൾ ക്വാഡ് കോർ പ്രോസസ്സറും കൂടാതെ 12 ഹൈ പ്രിസിഷൻ സെൻസറും ഈ റോബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. റോബോട്ടിൻ്റെ മൂവ്മെൻറ്റിനെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ സെൻസറുകൾ. ഹൈ പവർ ബ്രഷ്ലെസ് മോട്ടറും കൂടാതെ റെസ്യൂം ക്ലീൻ ആൻഡ് ഓട്ടോമാറ്റിക് ചാർജ് ഫീച്ചറും ഇതിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചാർജ് എങ്ങാൻ തീർന്നു പോവുകയാണെങ്കിൽ റീചാർജ് ചെയ്യുന്നതിനായി ഇത് തനിയെ ചാർജിങ് ബേസിലേക്ക് പോയിക്കോളും. ചാർജ് ആയതിനു ശേഷം നേരത്തെ നിർത്തിയ സ്ഥലത്തു നിന്ന് തന്നെ ഇത് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തോളും. അതിനുവേണ്ടിയാണ് ഈ ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വലിയ പ്രത്യേകത 20 mm ഒബ്സ്റ്റക്കിൾ ക്രോസിംഗ് കേപ്പബിലിറ്റിയും ഇതിനുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കാർപ്പറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് മുകളിലൂടെ വളരെ എളുപ്പത്തിൽ ഇതിന് കയറി ക്ലീൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സിൽ നിന്ന് ലഭിച്ച സാധനങ്ങൾ ഓരോന്നായി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോട്ട് വാക്യൂം മോപ്പ്. ഏകദേശം 3.5 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് ഈ റോബോട്ട് വരുന്നത്. അതിന് കാരണം ഇതിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല ഷേപ്പ് റൗണ്ട് തന്നെയാണ്. ഇതാണ് വാക്യൂം മോപ്പിൻ്റെ ചാർജിങ് ബേസ്. അടുത്തതായി ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ്. ഇതാണ് 2-in-1 ടാങ്ക്. തുടയ്ക്കുകയും അടിക്കുകയും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഈ ടാങ്കാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ടാങ്കിൽ 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒന്നിൽ വെള്ളം നിറയ്ക്കുന്നതിനും മറ്റേത് ഡസ്റ്റ് കളക്ട് ചെയ്യുന്നതിനുമാണ്. അടുത്തതായി 2 സൈഡ് ബ്രഷ് ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ഒരേ സമയം നമുക്ക് ഒരു ബ്രഷ് മാത്രമേ യൂസ് ചെയ്യേണ്ടി വരുള്ളൂ, മറ്റേത് സ്പെയർ ആയിട്ട് വയ്ക്കാവുന്നതാണ്. അടുത്തതായി ഡ്രാഗ് ബ്രാക്കറ്റാണ്. ഇതിൽ ഓൾറെഡി ഫുൾ വെറ്റ് മോപ്പ് ഫിക്സ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതോടുകൂടി ഒരു സെമി വെറ്റ് മോപ്പും തന്നിട്ടുണ്ട്. അടുത്തതായി ഈ റോബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. നല്ല 2 ഗ്രിപ്പുള്ള ഗുഡ് ക്വാളിറ്റി ടയറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ 2 ക്ലിപ്പിൽ പ്രസ് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീനിങ് ബ്രഷ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ക്ലീനിങ് ബ്രഷ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് പുറത്തേക്ക് എടുക്കാനും ക്ലീൻ ചെയ്യാനും പറ്റിയ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായി സൈഡ് ബ്രഷാണ്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ മുൻഭാഗത്തായി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടയറും നൽകിയിട്ടുണ്ട്. കൂടാതെ മുൻഭാഗത്തായി ഇതിൻ്റെ സെൻസറുകളും കാണാൻ സാധിക്കും. അടുത്തതായി ഡ്രാഗ് ബ്രാക്കറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം.
വളരെ എളുപ്പത്തിൽ തന്നെ ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റിയ രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായി ഇതിൻ്റെ മോപ്പിങ്ങിൻ്റെ തുണി എങ്ങനെയാണ് ഈ ഡ്രാഗ് ബ്രാക്കറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്ന് കാണാം. ഇതിൻ്റെ ഒരു സൈഡിൽ വെൽക്രോ ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ജസ്റ്റ് കൈകൊണ്ടൊന്ന് അമർത്തി ഒട്ടിച്ചു വെച്ചാൽ മാത്രം മതി. അടുത്തതായി ഇതിൻ്റെ ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം തുറന്നാൽ നമുക്ക് ലാർജ് ഡസ്റ്റ് ബോക്സ് കാണാൻ സാധിക്കും. ഈ ഡസ്റ്റ് ബോക്സ് അടിക്കാൻ അഥവാ വാക്യൂമിങ്ങിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് തുറന്നാൽ ഇതിനുള്ളിൽ ഒറ്റ കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് ഡസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ 2-in-1 ടാങ്ക്. ഇതിന് 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. മുകൾ ഭാഗത്തായി ഓപ്പൺ ചെയ്താണ് നമ്മൾ തുടയ്ക്കുന്നതിനായി വെള്ളം നിറച്ചു കൊടുക്കുന്നത്. ഈ 2 ടാങ്കുകളും ഫിക്സ് ചെയ്യാനും റിമൂവ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ജസ്റ്റ് മോളിൽ നിന്ന് ഇൻസേർട്ട് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. കാര്യക്ഷമമായ സെൻസറുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് സ്റ്റെയർ കേസോ അതോ ഉയരം കൂടിയ ഭാഗത്തു നിന്ന് താഴത്തേക്ക് വീഴുമോ എന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. വീട്ടിലെ ഡക്റ്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വലിയ കുഴപ്പമില്ലാതെ തന്നെ ക്ലീൻ ചെയ്തു. മാത്രമല്ല അത് താഴ്ത്ത് വീഴുകയോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തതായി ഈ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ഡസ്റ്റ് ഇട്ടിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. വളരെ കാര്യക്ഷമമായി തന്നെ അത് ആ ഡസ്റ്റെല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ഡെസ്ക് കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം എടുക്കാൻ. ഇതിൻ്റെ ക്ലിപ്പിൽ ഞെക്കിയിട്ട് പതുക്കെ ഒന്ന് പുറകോട്ട് ചെരിച്ചിട്ട് വേണം ഇത് മുകളിലേക്ക് എടുക്കാൻ.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഡസ്റ്റ് സക്ക് ചെയ്തെടുക്കുന്ന ഈ ഹോള് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ അത് ചെരിച്ച് പിടിച്ചില്ലെങ്കിൽ അതിൽ കളക്ട് ചെയ്തിരിക്കുന്ന ഡസ്റ്റ് തട്ടി താഴ്ത്തി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ റോളർ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഡസ്റ്റ് ടാങ്കിലെ ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം പൊടി ഉണ്ടെന്നൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഇപ്പോൾ കാണാൻ സാധിക്കും ആ ഡസ്റ്റ് കംപ്ലീറ്റ് സക്ക് ചെയ്തത് അവിടെ വെച്ചിരിക്കുകയാണ്. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള പൊടിയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം, നമുക്ക് ക്ലീൻ ചെയ്ത് ഇത് എങ്ങനെയാണെന്നുള്ളത്. ഇത് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് തട്ടി കളഞ്ഞ് നോക്കാം എത്രത്തോളം ചെറിയ ചെറിയ ഡസ്റ്റ് ഇതിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്, നമ്മൾ ഒരു റൂം മാർക്ക് ചെയ്തിട്ട് ഇതിന് ക്ലീൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇത് റൂമിൻ്റെ കോർണറിൽ കൂടി എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് പോകും. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മൂവ്മെൻ്റ് എല്ലാം വളരെ കൃത്യമായി തന്നെ നമുക്ക് മൊബൈൽ ആപ്പിലൂടെ കാണാനും സാധിക്കും. നമ്മൾ ഈ റോബോട്ട് വാക്യൂം മോപ്പ് ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് വീടിൻ്റെ എല്ലാ മൂലകളിലും കൂടി പോയിട്ട് അതിൻ്റെ കോർണറെല്ലാം മാപ്പ് ചെയ്തിട്ട് വീടിൻ്റെ ഒരു മാപ്പ് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന മാപ്പ് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാനും സാധിക്കും. ഉദാഹരണത്തിന് 2 ഫ്ലോറുള്ള വീടാണെങ്കിൽ നമുക്ക് 1-ാം നിലയിലെയും ഗ്രൗണ്ട് ഫ്ലോറിലെയും മാപ്പ് സെപ്പറേറ്റ് ആയിട്ട് മാപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മാപ്പിൽ നിന്ന് ഓരോ റൂമോ അല്ലെങ്കിൽ ഒരു പോർഷനോ മാത്രമായിട്ട് നമുക്ക് അടിക്കാനും തുടയ്ക്കാനും സാധിക്കുന്നതാണ്. അതുകൂടാതെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് മൊബൈൽ ആപ്പ് വഴിയല്ല പെട്ടെന്ന് ഈ റോബോട്ടിൻ്റെ ഈ ക്ലീനിങ് പ്രോസസ്സ് ഒന്ന് പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പവർ ബട്ടണിൽ ഒരു തവണ ഞെക്കിയാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ ആ ക്ലീനിങ് പ്രോസസ്സ് അവിടെ പോസ് ആവും. പിന്നെ ഒരു തവണ കൂടി ഞെക്കിക്കഴിഞ്ഞാൽ അത് ആ പ്രോസസ്സ് അവിടെ നിന്ന് റെസ്യൂം ചെയ്തോളും. പിന്നെ ആ ഹോം എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ചാർജിങ് ബേസിലേക്ക് തിരിച്ചു പോയിക്കോളും. ഞാൻ ഏകദേശം 1 മാസത്തോളമായി ഈ MI റോബോട്ട് വാക്യൂം യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ പർട്ടിക്കുലർ മോഡലിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പൊടിയായിരുന്നു, ഡസ്റ്റായിരുന്നു. പൊടി വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ, അതായത് തുടയ്ക്കുന്നതിൻ്റെ കാര്യത്തിൽ ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഈ ചായക്കറ അല്ലെങ്കിൽ നിലത്ത് മറ്റേതെങ്കിലും രീതിയിൽ കറയോ പാടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ മോപ്പിങ്ങിൽ ചിലപ്പോൾ ഇത് ക്ലീൻ ചെയ്തു എന്ന് വരില്ല, വൃത്തിയായിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്തു എന്ന് വരില്ല. ചിലപ്പോൾ 2-3 തവണയൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. പല സൈറ്റുകളിലും ഞാൻ ചില റിവ്യൂസ് വായിക്കേണ്ടായി, അതായത് ആപ്പിന് എന്തൊക്കെയോ ലോഡാവാനുള്ള പ്രശ്നം, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അങ്ങനത്തെ വിഷയങ്ങളൊന്നും എനിക്ക് ആപ്പ് റിലേറ്റഡ് ഇഷ്യൂസൊന്നും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഒരു എളുപ്പം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മേശ, കസേര മുതലായ സാധനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇതിന് കടന്നു പോകാൻ കഴിയുന്ന ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായും അതിന് ചുറ്റും പോയി ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തീരെ ഹൈറ്റ് കുറഞ്ഞ, അതായത് ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കടന്നു പോകാൻ പറ്റാത്ത അത്രയും ഹൈറ്റുള്ള മേശയോ കസേരയോ അല്ലെങ്കിൽ അങ്ങനെ ടേബിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ പോയി സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.